താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. അപകട മേഖലയായ MC റോഡിലെ വേങ്ങൂർ പ്രദേശത്ത് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും സന്ദർശനം നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. മേഖലയിൽ അപകട സൂചനാ ബോർഡുകളും ബ്ലിങ്കർ ലൈറ്റുകളും സ്ഥാപിക്കാൻ തീരുമാനമായി. അപകട മേഖലയായ MC റോഡിലെ വേങ്ങൂർ പ്രദേശത്ത് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും സന്ദർശനം നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. മേഖലയിൽ അപകട സൂചനാ ബോർഡുകളും ബ്ലിങ്കർ ലൈറ്റുകളും സ്ഥാപിക്കാൻ തീരുമാനമായി. അങ്കമാലിയിലെ ബ്ലോക്ക് കഴിഞ്ഞിട്ട് വരുന്ന വണ്ടികൾ അതിവേഗം MC റോഡിലൂടെ പായുമ്പോഴേക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണിത്. അപ്പോൾ ഡ്രൈവർമാരുടെ ശ്രദ്ധയും പിന്നെ റോഡിന്റെ സൈഡിൽ ഹാർഡ് ഷോൾഡർ കുറവായ കാരണം പാർക്കിങ്ങിന് സ്ഥലമില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ മൂലം ഉണ്ടായ അപകടങ്ങളാണെന്നാണ് മനസ്സിലാക്കിയത്. ബഹുമാനപ്പെട്ട MVD ഉദ്യോഗസ്ഥരും അങ്കമാലി പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരും ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഒരു അഭിപ്രായത്തിൽ തന്നെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് അപകടങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വിശദമായിട്ട് പരിശോധിച്ചു. അപ്പോൾ നമ്മൾ 3-4 നിർദ്ദേശങ്ങളാണ് വെച്ചിരിക്കുന്നത്. ഒന്ന്, ഇവിടെ ഹസാർഡ് ബോർഡ് വെക്കുക, അതായത് അപകട സാധ്യത മേഖല എന്ന് പറഞ്ഞൊരു ബോർഡ് വെക്കുക. അപ്പോൾ നമ്മൾ കാലടിയിൽ നിന്ന് വരുമ്പോഴേക്കും സാൻ ജോസ് സ്കൂളിൻ്റെ മുന്നിലും അതുപോലെ അങ്കമാലിയിൽ നിന്ന് വരുമ്പോഴേക്കും ഡബിൾ പാലം കഴിഞ്ഞിടത്തും ഇങ്ങനെ അപകട സാധ്യത മേഖല എന്ന് പറഞ്ഞുള്ള ഒരു ബോർഡ് വെക്കുന്നു. പിന്നെ ഈ പറഞ്ഞ ഡബിൾ പാലം, നായരങ്ങാടി, അതിൻ്റെ ഇപ്പുറത്ത് മെല്ലുംപടി, പിന്നെ ഈ സാൻ ജോസ് സ്കൂളിൻ്റെ അവിടെ നമ്മൾ റോഡിൽ റംബിൾ സ്ട്രിപ്പ് വെക്കാന്നുള്ള നിർദ്ദേശം വെച്ചിട്ടുണ്ട്. അത് വെക്കുകയാണെങ്കിൽ കുറയും. ഇവിടുത്തെ വേറൊരു റോഡിൽ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നമ്മൾ നോക്കുന്നുണ്ട്. റോഡിന് ഇരുവശവുമുള്ള കാനകളിൽ സ്ലാബുകൾ ഉടനടി സ്ഥാപിക്കുമെന്നും ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകി. അങ്കമാലി ജോയിന്റ് RTO ഷോയ് വർഗീസ്, കൌൺസിലർമാരായ ലേഖ മധു, AV രഘു, TY ഏലിയാസ്, ബെന്നി മൂഞ്ഞേലി, CPIM ഏരിയ സെക്രട്ടറി KK ഷിബു, റോഡ് മെയിന്റനൻസ് വിഭാഗം ഉദ്യോഗസ്ഥർ, PWD ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി. അപ്പോൾ അവരാണെങ്കിൽ ഒരാളെ വെച്ചിട്ട് ചെയ്ത് അവരെ നോക്കി നടക്കുന്നു. അതിന് കുഴപ്പമില്ല. പിന്നെ ഒരു ആക്സിഡന്റ് റോഡിലേക്ക് പോകുക, അത് നമ്മൾ കുഴപ്പമില്ല, അത് നമുക്ക് ചെയ്യാൻ. വാഹനങ്ങളുടെ അമിത വേഗവും റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണവും അപകടങ്ങൾക്ക് വഴിവെക്കുന്നതായി കണ്ടെത്തി. റോഡിന്റെ വശങ്ങളിൽ ബ്ലിങ്കർ ലൈറ്റുകളും സൂചനാ ബോർഡുകളും സ്ഥാപിക്കുന്നതിനും റോഡ് സുരക്ഷ അലർട്ട് സ്ട്രിപ്പുകൾ വെക്കുന്നതിനും തീരുമാനമായി. അടിയന്തരമായിട്ട് കാനയ്ക്കും മുകളിൽ സ്ലാബ് ഇടാനും ഇളകിക്കിടക്കുന്ന സ്ലാബുകൾ ഉറപ്പുവരുത്താനും ഉള്ള അത് എന്ന നിർദ്ദേശവും തീർച്ചയായിട്ടും അത് പരിഹരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബ്ലിങ്കറിംഗ് ലൈറ്റുകളും സൂചനാ ബോർഡുകളും ആരംഭത്തിലും അവസാനവും അടിയന്തര ആവശ്യമുള്ള എല്ലാ ജംഗ്ഷനുകളിലും സ്ഥാപിക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. പിന്നെ റബിൾ സ്ട്രിപ്പ് എന്ന് പറഞ്ഞാൽ റോഡ് ക്രോസ് ചെയ്യുന്നതിനും ദൂരയിൽ നിന്ന് അപകടം മനസ്സിലാക്കുന്നതിനും വേണ്ടിയിട്ട് സ്പീഡ് ബ്രേക്കർ പോലത്തെ സംവിധാനം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ യാതൊരു വിധത്തിലുള്ള നടപടിയും ഉണ്ടാകാത്ത സാഹചര്യത്തിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അങ്കമാലി PWD ഓഫീസിന് മുമ്പിൽ BJPയുടെ നേതൃത്വത്തിൽ ശക്തമായിട്ടുള്ള ഒരു ധർണയും നടത്തിയിരുന്നു. ആ ധർണയ്ക്ക് ശേഷമാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് അനുകൂലമായിട്ടുള്ള ഒരു മറുപടിയെങ്കിലും നമുക്ക് ലഭിച്ചത്. അന്ന് ഉടനെ തന്നെ ബന്ധപ്പെട്ട സ്ഥലം പരിശോധിച്ച് അപകടാവസ്ഥയിലുള്ള വേങ്ങൂർ പ്രദേശം പരിശോധിച്ച് സംയുക്തമായിട്ട് ഉദ്യോഗസ്ഥർ വന്ന് പരിശോധിക്കാമെന്ന് ഉറപ്പു നൽകി. തീരുമാനങ്ങൾ നടപ്പിലാക്കിയാൽ വാഹനാപകടങ്ങളും വാഹനങ്ങളുടെ അമിത വേഗവും ഒരു പരിധിവരെ കുറയ്ക്കാൻ ആകുമെന്ന പ്രതീക്ഷയിലാണ് യാത്രക്കാരും നാട്ടുകാരും. ഞങ്ങളെ സംബന്ധിച്ച്, നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ച് പറയാനുള്ളത്, വന്നു നോക്കി തീരുമാനം എടുത്തു പോയാൽ പോരാ, അത് നടപ്പിലാക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇതിനു മുമ്പ് പല തവണ വന്നു നോക്കി തീരുമാനങ്ങൾ എടുത്ത് നിർദ്ദേശങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ ഇന്ന് വരെ ഒന്നും നടപ്പിലാക്കിയിട്ടില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനിയെങ്കിലും ആ രീതിയിലേക്ക് പോകാതെ എടുക്കുന്ന തീരുമാനം കർശനമായി നടപ്പിലാക്കണം. നടപ്പിലാക്കിയില്ലെങ്കിൽ ഈ പ്രദേശത്തുള്ള മറ്റു വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ ആസൂത്രണം ചെയ്യും.